എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ആരംഭിച്ച ചാലക്കുടി നഗരസഭ 3-ാം വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര നടത്തിയിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നിപ്പോൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ പാർട്ടി ബ്ലോക്ക് തലത്തിലുള്ള നേതാക്കന്മാരും കോട്ടയിലെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വത്സൻ ചമ്പക്കര ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകളും മറ്റു നടപടിക്രമങ്ങളും ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പിന്മേലും വത്സൻ ചമ്പക്കര കൗൺസിലർ ഇന്നലെ മുതൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ആ സമരം ഇരുന്ന രീതിയിലാണ് പാർട്ടി മാറണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ പറഞ്ഞ പല കാര്യങ്ങളിലും ന്യായമുണ്ടെന്നും അദ്ദേഹങ്ങളുടെ പ്രദേശങ്ങളിലും പൊതുവായിട്ടുള്ള ജനങ്ങളുടെ വിഷയങ്ങളിലും പോരായ്മകൾ ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും അതിൻ്റെ ഭാഗമായി അതിന് കൗൺസിൽ യുക്തമായ നടപടി സ്വീകരിക്കാമെന്നും പാർട്ടി തലത്തിൽ അതിന് ഉറപ്പ് തന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നഗരസഭയിൽ അതുമായിട്ടുള്ള ഇതായിട്ട് കൗൺസിൽ ആലോചിച്ച് യുക്തമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് ഈ സമരം നിരുപാധികമായിട്ട് പിൻവലിച്ചു. അതായത് അദ്ദേഹങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ചിലതിൽ കഴമ്പുണ്ടെന്ന് ആ കമ്മിറ്റിക്ക് ഹൈപ്പവർ കമ്മിറ്റിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് അതിന് യുക്തമായ നടപടി സ്വീകരിക്കും. ചില ജനകീയ ആവശ്യങ്ങളും ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ പൊതുവായിട്ട് അനുഭവിക്കുന്ന ചില വിഷമതകളും സംബന്ധിച്ച് ഒരു സമരം ഞാൻ ആരംഭിക്കുകയുണ്ടായി. ഈ സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുജനത്തിൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഒരു ആവശ്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ സമരമിരുന്നത്. എന്നിരുന്നാലും ഒരു ഭരണസമിതി എന്ന രീതിയിൽ അതിൻ്റെ പാർട്ടി സംവിധാനങ്ങൾ എന്നോട് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ അംഗീകരിക്കുകയാണ്. സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ അത് അതീവ ഗൗരവമുള്ളതാണെന്ന് നേതാക്കന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വിഷയം പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് അത് ചർച്ച ചെയ്ത് കൗൺസിലിൽ യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. സമരം നടത്തുന്നതിന് മുമ്പായിട്ട് ഈ വിഷയങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. പല കൗൺസിലർമാരും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനമാണല്ലോ. ആ ജനാധിപത്യ സംവിധാനത്തിൽ ആർക്കും ഇടപെടാനും ജനപക്ഷത്ത് നിൽക്കാനുള്ള അവകാശമുണ്ട്. പാർട്ടി എന്ന ഒരു ചട്ടക്കൂട് ഉപയോഗിച്ചുകൊണ്ട് ജനകീയ ആവശ്യങ്ങൾ തിരസ്കരിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പാർട്ടി അതിന് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ആ പാർട്ടിയോടൊപ്പം എന്നും എന്നെ ഉറപ്പിച്ചു നിർത്തുന്നത്. വീഴ്ചകൾ എന്താണ് പരിശോധിക്കണം. ആ പരിശോധിക്കുന്ന വീഴ്ചകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ യുക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അത്രേ ഉള്ളൂ.